എന്നതാണ്. അന്ന് നിന്നപ്പോൾ ഞാൻ വന്നത് ശത്രുപക്ഷത്ത് നിന്നായിരുന്നു. കാരണം ഡയറക്ട് സെല്ലിങ്ങിന്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന മേഖലയായിരുന്നു മാധ്യമ മേഖല. ആ മേഖലയിൽ നിന്നാണ് ഞാനിത് കേൾക്കാൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ മാക്സിമം നെഗറ്റീവായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലുമൊക്കെ നെഗറ്റീവായി കാണുന്നുണ്ടെങ്കിൽ എൻ്റെ അത്ര നെഗറ്റീവായിട്ട് ഇവിടെ ആരും കാണാൻ സാധ്യതയില്ല. കാരണം ഞാൻ നെഗറ്റിവിറ്റി മാത്രം കാണുന്ന ഒരു മേഖലയിൽ നിന്ന് വന്നതാണ്. അവിടുന്ന് വന്ന് കണ്ട് ഇതിനെ മെല്ലെ മെല്ലെ പഠിക്കാൻ ശ്രമിക്കുമ്പോഴും ചിന്തിച്ചത്, ഒരു ദിവസമെങ്കിലും നെഗറ്റീവ് ഇതിൽ പറയും, ഒരാളെയെങ്കിലും പറ്റിക്കണമെന്ന് പറയുന്നൊരു വാക്ക് ഇത്തരം മീറ്റിങ്ങുകളിൽ നിന്നും കിട്ടും എന്ന് പറയുന്നൊരു പ്രതീക്ഷയിൽ നിന്നാണ് ഞാൻ ഈ ബിസിനസ് കേൾക്കാൻ വന്നത്. അങ്ങനെ ഞാൻ ഇന്നലെ ഒരു റീജിയണൽ ടീം കോർഡിനേറ്ററായിട്ടാണ് ഒരു RTPയിൽ പങ്കെടുത്തതെങ്കിൽ ഞാൻ അന്ന് ഒരു തുടക്കക്കാരനായിട്ടാണ് പങ്കെടുത്തത്. അന്ന് ആ തുടക്കക്കാരനായിട്ട് പങ്കെടുത്തിട്ട് ഒരു തീരുമാനമേ എടുത്തിട്ടുള്ളൂ, വിജയിക്കണമെങ്കിൽ ഞാനിത് ഏറ്റെടുക്കേണ്ടത് ഒരു ബിസിനസ് ആണെന്ന് മനസ്സിലാവുകയും അന്ന് മുതൽ ഇങ്ങോട്ട് ശക്തമായി ഏറ്റെടുത്തപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ ഒരു പക്ഷേ മാധ്യമ മേഖലയിൽ പണിയെടുക്കുമ്പോൾ ഞാൻ സ്കൂട്ടറിൽ നിന്നും സ്കിഡ് ചെയ്ത് വീണപ്പോൾ ഒരു 500 രൂപ ആശുപത്രി പോകാൻ വേണ്ടി വരുമാനം ചോദിച്ചപ്പോൾ ആ 500 രൂപ അടുത്ത മാസത്തെ ശമ്പളത്തിൽ നിന്നും കുറച്ചായിരുന്നു എനിക്ക് ശമ്പളം തന്നത്. അപ്പം ഞാൻ ആലോചിച്ചു, നമ്മളൊന്ന് വീണ് പോയാൽ ആ 500 രൂപ പോലും നമുക്ക് തരാൻ ആളില്ല എന്ന് പറയുന്ന മേഖല, നമ്മൾ ഇന്ന് ജോലി ചെയ്യുന്ന ഏത് മേഖലയായിക്കോട്ടെ, നമ്മളൊരു ആശുപത്രിയിൽ വീണ് പോയാൽ ആ വാങ്ങിയ പണം പിന്നീട് ശമ്പളത്തിൽ പിടിക്കാത്ത ഒരു മുതലാളിയും ഇന്ന് ഈ നാട്ടിലില്ല. അന്നൊരു കാര്യം തീരുമാനിച്ചു, ഈ മേഖല കിട്ടിയപ്പോൾ തീരുമാനിച്ചു, ഇനി ഒരാളുടെ കീഴിലും പണിയെടുക്കുന്ന പരിപാടിയില്ല. ഞാൻ അത്യാവശ്യം എൻ്റെ സ്വയം കഴിവുകൊണ്ട് ഈ ബിസിനസ് ഏറ്റെടുക്കണം, ചെയ്യണം തീരുമാനിച്ചു. അങ്ങനെ 500 രൂപ മുതൽ ആഴ്ചയിൽ 2,10,000 രൂപ വരെ വാങ്ങാൻ ഈ മേഖലയിൽ നിന്നുകൊണ്ട് സാധിച്ചു. ഒരുപാട് ആളുകൾ എന്നോടൊപ്പം വന്നു. ആഴ്ചയിൽ 1,4 ലക്ഷം രൂപ വരെ വരുമാനം വാങ്ങാൻ സാധിച്ചു. അത്യാവശ്യം ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഡ്രീംസൊക്കെ ഉള്ളത് കൊണ്ട് വാഹനവും വീടൊക്കെ ഈ മേഖലയിൽ വരുന്നതിന് മുമ്പ് തന്നെ ഞാനൊന്ന് നേടിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു 10-15 ലക്ഷം കടം കൊണ്ടായിരുന്നു ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങിയത്. 15 ലക്ഷം പൂർണ്ണമായും കടം ബാങ്കിൽ നിർത്തി ഒരു പണിയുടെയും വരുമാനമില്ലാതെ പൂർണ്ണമായും MI ലൈഫ് സ്റ്റൈൽ ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് റീജിയണൽ ടീം കോർഡിനേറ്റർ റാങ്കിൽ എത്തിയിരിക്കുകയാണ്. തുടക്കക്കാരോട് ഒന്നേ പറയാനുള്ളൂ, വിശ്വസിക്കുക, സ്നേഹിക്കുക, കൊണ്ടുവന്ന ആൾക്കാരുടെ വാക്കുകളെ നമ്മൾ ദൈവതുല്യമായി കാണുക, അവരോടൊപ്പം ആത്മാർത്ഥമായി പ്രവർത്തിക്കുക, നമ്മളുടെ ബുദ്ധി സ്വയം ബുദ്ധി കാണിക്കാതിരിക്കുക, മറിച്ച് വിജയിച്ചവർ പറയുന്ന വാക്കുകളിലൂടെ സഞ്ചരിക്കാനുള്ള മനസ്സ് മാത്രം കാണിക്കുക. നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഇനി മറ്റൊരു മേഖല ഇനി ഉണ്ടാവില്ല. MI ലൈഫ് സ്റ്റൈലിനോടൊപ്പം ആയിരിക്കണം നിങ്ങളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കേണ്ടത്. എല്ലാവർക്കും വലിയ വിജയങ്ങൾ നേടട്ടെ എന്ന് ആശംസിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് MI ലൈഫ് സ്റ്റൈൽ. താങ്ക് യു.